അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ 5:30 എണീറ്റിട്ടുണ്ട്. നമ്മളല്ല, ഞാൻ. ഇസു അലിയും എൻ്റെ കൂടെ ഉറക്കപ്പിച്ച് എണീറ്റിരിപ്പുണ്ട്. എനിക്ക് ക്ലാസ് ഉണ്ട് 6 മണിക്ക്. എനിക്കിപ്പം വീക്കിലി ഒരു 3-4 ഡേയ്സ് ഇങ്ങനെ രാവിലെ ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഇന്നുള്ളത് 6 to 8 ആണ്. അപ്പം രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇസുവിന് എന്താ സംഭവം എന്നുള്ളത് അറിയാവുന്നുണ്ടെങ്കിലും രാവിലെ ഒരു സ്നേഹമുണ്ട്. അത് എണീക്കുന്ന ഉടനെ കുറേ നേരം കാണാതിരുന്നല്ലേ പാവം കുട്ടി എൻ്റെ കൂടെ തന്നെ കിടന്നുറങ്ങുന്നത്. എന്നിട്ടാണ് ഈ കാണിക്കുന്നത്. ആലി കിളി പോയിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ പരിപാടികൾ തുടങ്ങാം. എനിക്ക് ക്ലാസ്സിലധികം എടുക്കാൻ സമയമില്ല. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആയി ചെറിയ പരിപാടി കഴിഞ്ഞിട്ട് വേണം ക്ലാസ്സിൽ കയറി ഇരിക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പരിപാടി പല്ല് തേപ്പാണ്. സോ പല്ല് തേക്കാനായിട്ട് ബ്രഷും പേസ്റ്റൊക്കെ എടുത്തു. പിന്നെ കണ്ണാടിയിൽ കുറച്ച് സൗന്ദര്യം ആസ്വദിക്കാൻ വെച്ചപ്പോഴാണ് മിച്ചുവിൻ്റെ ടങ് ക്ലീനറാണ് താഴോട്ട് പോയത്. എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, മിച്ചു എണീക്കുമ്പോഴത്തേക്ക് എനിക്കിട്ട് കിട്ടും, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കട്ടറിടുമ്പോൾ പാവം എൻ്റെ ആലുമോൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആലു നമ്മുടെ ഫോളോവറാണ്. രാവിലെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. പാവം ഉറക്കപ്പിച്ച് കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു എനർജി കിട്ടാൻ ഞാനൊരു കട്ടൻ ചായ കുടിക്കാറുണ്ട്. അപ്പം രാവിലെ കട്ടനുമായി ഞാൻ നേരെ എൻ്റെ പണിപ്പുരിയിലേക്ക് പോവുകയാണ്. ഇസു എല്ലാം മണത്ത് സേഫാണെന്ന് നോക്കി ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പം 8 മണിക്ക് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ചെറിയൊരു അറ്റൻഡൻസ് ഫില്ലിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, ഫീഡ്ബാക്ക് ഫില്ലിങ്ങൊക്കെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇസുവിനെ അലിനെയും കഥ തുറന്ന് പുറത്തോട്ടിട്ടുണ്ട്. ഒരു 8:30 മണിയായിട്ടുണ്ടാവണം. അപ്പോൾ രണ്ടുപേരും പുറത്തോട്ട് ഓടി ഇറങ്ങിയിട്ടുണ്ട്. മീൻകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമുക്ക് മീൻ അടുത്ത് തന്നെ വാതക്കെ തന്നെ കിട്ടും. അവിടെ അകത്ത് നിന്ന് തന്നെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ മീൻ മീൻ നോക്കിയപ്പോഴത്തേക്കും നെത്തോലി ഉണ്ട്, പിന്നെ കൊഴിയാള ഉണ്ട്. അപ്പോൾ നമ്മൾ നെത്തോലിയും കൊഴിയാളയും വാങ്ങിയിട്ടുണ്ട്. നെത്തോലി നമുക്ക്, കൊഴിയാള നമ്മുടെ പിള്ളേർക്കും. സോ അങ്ങനെ മീനൊക്കെ മേടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇസു അലിയും മീൻകാരനോടും മാത്രം കുരക്കില്ല, എന്താണെന്നറിയില്ല. അവർക്കുള്ള മീനാണെന്ന് കൃത്യമായി അറിയാം. രാവിലെ തന്നെ ഇസു കളിക്കാനുള്ള മുള്ളാണ്. അപ്പോൾ ഇസുവിൻ്റെ അലിനെയും കൂടെ കുറച്ച് ഞാൻ അവിടെ ഓടിക്കിടന്ന് ഞാനും കൂടെ ഓടി നടന്ന് കളിച്ചു. അതിനുശേഷം എനിക്ക് എക്സസൈസും പരിപാടിയൊക്കെ ഉണ്ട്. സോ അപ്പം അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നേരെ ഞാൻ എക്സസൈസ് പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ രാവിലെ എനിക്ക് ചായ നിർബന്ധമാണ്. 2 ചായ ഉണ്ട്, ഒന്ന് മിച്ചുവിനാണ്. മിച്ചു ചായ കുടിക്കാറില്ല, പുട്ടിലൊഴിച്ച് കഴിക്കാറേ ഉള്ളൂ. പിന്നെ രാവിലെ നമ്മുടെ ചോറ് തലേദിവസം തിളപ്പിച്ച് വെച്ചാൽ നമ്മൾ തിളപ്പിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലത്തെ പരിപാടിയാണ്, ഇതെല്ലാം സ്ഥിരം റുട്ടീനാണ് ഇതൊക്കെ. അപ്പോൾ ചായയും കുടിച്ച് പിള്ളേർ ഒത്ത് ഞാൻ പുറത്ത് പോയി നിന്ന് പിന്നെയും കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിള്ളേരുടെ കൂടെ കളിച്ച് അപ്പോൾ രാവിലത്തെ പുട്ടിൻ്റെ പരിപാടി, പുട്ടിനെ ഞാൻ കുഴക്കാൻ പോവുകയാണ്. ഓക്കെ, പുട്ടൊക്കെ സെറ്റാണ്. അപ്പം മിച്ചു എണീറ്റ് വന്നിട്ടില്ല. മിച്ചു രാവിലെ ക്ലാസ്സിലാണ്, മുകളിൽ തന്നെ ഉണ്ട്, ആൾ എണീറ്റിട്ടുണ്ട്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതൂട്ടൻ്റെ ബഹളമൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട്. ഏതൂട്ടിനെ വെച്ചാണെന്ന് തോന്നുന്നു ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എനിക്ക് പുട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് തേങ്ങയില്ലെന്ന്. അപ്പോൾ തൊട്ടപ്പുറത്ത് കടയുള്ളതുകൊണ്ട് തന്നെ നേരെ ഞാൻ ഗേറ്റ് തുറന്ന് കടയിലോട്ട് പോവാണ്. തേങ്ങ വാങ്ങണം. പിന്നെ വിചാരിച്ചു പുട്ടുണ്ടാക്കുമല്ലേ, കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പപ്പടവും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മക്കളോട് ടാറ്റ പറഞ്ഞിട്ട് നേരെ കടയിലോട്ട് പോയി. ഞങ്ങൾ മുകളിൽ ചെന്ന് ഏതൂട്ടിനെ പൊക്കി എടുത്ത് താഴെ കൊണ്ടുവരാനായിട്ട് പോയി. അപ്പോൾ മിച്ചു ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൂട്ടിനെ നമ്മൾ നേരെ പൊക്കി അവിടുന്ന് താഴെ കൊണ്ടുവന്ന് കുറച്ച് നേരം തൊട്ടിൽ കിടത്താം. അപ്പോഴത്തേക്കും മിച്ചു വരും. അപ്പം നമ്മൾ ഏതൂട്ടൻ ചക്കര മോനായിട്ട് എണീറ്റ് വരുന്നുണ്ട്, സുന്ദരക്കുട്ടൻ.
ഉണ്ടാക്കുന്ന ലാസ്റ്റ് പുട്ടും കൂടെ കുറ്റിയിട്ട് അതിന് മുമ്പ് നമ്മൾ കാപ്പിയിട്ട് അപ്പോൾ അതെല്ലാം ചെയ്യുന്ന സമയത്ത് ഏതുകൂട്ടം അടങ്ങി കിടന്ന് പക്ഷെ കഴിക്കാനായിട്ട് തുടങ്ങാൻ പോയപ്പം ഏതുകൂട്ടം വെള്ളം ഉണ്ടാക്കി അല്ലേ. പുട്ടെല്ലാം എടുത്ത് നമ്മൾ ടേബിളിൽ കൊണ്ടുവച്ച് പുട്ട് കൊണ്ട് വെച്ച് നമ്മൾ കഴിക്കാനായിട്ട് പോവായിരുന്നു. അപ്പോഴാണ് ഏതുകൂട്ടം വെള്ളം വെച്ചത്. കാരണം ഏതുകൂട്ടം ഉറക്കം വരുന്നു ഇല്ലേ. ചൂടെടുക്കുന്നു പൊന്നിന്. ഡാഡ പുട്ട് കഴിക്കാൻ പോവുകയാണ്. ഡാഡയുടെ അടുത്ത് ഏതുകൂട്ടം ഉണ്ട്. മമ്മ ക്ലാസ് എടുക്കുവാണ്. മമ്മ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് വരണം. പിന്നെ ഏതുകൂട്ടം കഴിയിരിക്കുന്നുണ്ട്. നമ്മൾ ഇസുനും അലിക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. ഇസുനൂടെ അലിൻ്റെയും സമയമായി വരുന്നേ ഉള്ളൂ. ഇസുനും അലിക്ക് ഫുഡ് കൊടുക്കുന്നത് 10 മണിക്കാണ്. നമുക്കിനിയും സമയമുണ്ട്. അതിന് മുമ്പ് ഡാഡ കഴിച്ചാലോ. ഡാഡയൊക്കെ വിശക്കുന്നുണ്ട്. പക്ഷെ നീ സമ്മതിക്കുമോ ഡാഡയെ കഴിപ്പിക്കാൻ? ഇവിടെ പുട്ടുണ്ട് കണ്ടോ. പപ്പടം ഉണ്ട് ഇതിനകത്തിൽ. പിന്നെ പഞ്ചസാര ഉണ്ട്. പുട്ടും പഞ്ചസാരയും പപ്പടവും. അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓ പൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? പൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? ഇച്ചു ആലിയോ? മമ്മ വരട്ടെ. മമ്മ വന്ന് കഴിയുമ്പോൾ പിന്നെ മോന് പാല് തരും. പിന്നെ സൂനു ആലിക്കും ഫുഡ് കൊടുക്കും. സൂനു ആലിക്കും പുട്ട് ഭയങ്കര ഇഷ്ടമായി. ഇസു പ്രത്യേകിച്ച് പുട്ട് ഇഷ്ടമായിരിക്കുമോ? ആ ആ ഓ ഓ ഇഷ്ടമാണല്ലേ. ഓ ഓ ഓ ഓ നിങ്ങളെ പേടിപ്പിക്കുക കേട്ടോ. ഏത് കൂട്ടെ പേടിപ്പിച്ച് എങ്ങനെ പേടിപ്പിക്കുന്നു? ഓ എങ്ങനെ പേടിപ്പിക്കുന്നു? എടാ എങ്ങനെയാണ് പേടിപ്പിക്കൂലേ അവരെ? ഇഷ്യൂ ഒരു കുട്ടൻ നല്ല കുട്ടനാണല്ലോ. അങ്ങനെ ആരും പേടിപ്പിച്ചിട്ടൊന്നുമില്ലേ ഞങ്ങള്. മുട്ടക്കുട്ടൻ. നമ്മളിൽ പലരും കാണാതെ പോകുന്ന അച്ഛന്മാരുടെ സ്നേഹം. ഞാൻ ക്ലാസ് എടുക്കായിരുന്നു. ഞാൻ ഉറക്കപ്പായെന്ന് എണീറ്റ് എനിക്ക് ഹാഫ് അവർ ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് അച്ഛനും മോനും കൂടെ ഇങ്ങനെയാണ്. അവന്റെ കഴിക്കാനൊക്കെ ആയില്ലേ? അതിന് ഒരാഴ്ച കഴിയട്ടെ. എന്നിട്ടും പുട്ടൊന്നും കഴിക്കാൻ പാടില്ല. കുറച്ച് കഴിയട്ടെ. വെയിറ്റ് ചെയ്യ 2 മാസം. എന്റെ വേഷം നിങ്ങൾ നോക്കണ്ട. എനിക്ക് വീഡിയോ ഓൺ ആക്കണ്ട. അതുകൊണ്ട് ഞാൻ ഈ വേഷമൊക്കെ ഇട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. വീഡിയോ ഓൺ ആക്കണ്ട. എന്റെ പോലെ എല്ലാരും കണ്ടതരാ. മോള് ഡീസന്റ് താഴോട്ടേ ഉള്ളു. വീഡിയോ ഓൺ ആക്കണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. എങ്ങനെ നിന്നാലും പ്രശ്നമില്ല. നമ്മുടെ പുട്ടിക്കുള്ള പുട്ടാണത്. പുട്ടി ഇസുകുട്ടി പുട്ടിയാണ്. ഇസുകുട്ടി പുട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇസുകുട്ടി പുട്ട് വേണമായിരിക്കും അല്ലേ? ഓ ഇവിടെ തന്നെ ഉറക്കമാണ്. അത് രാവിലെ എണീറ്റിട്ട് എന്റെ കൂടെ ഇസു പിന്നെ ഉറങ്ങി. ഇവൻ ഉറങ്ങുന്നില്ലായിരുന്നു. ഇവൻ കളിയായിരുന്നു രാവിലെ എണീറ്റിട്ട്. അപ്പൊ ഇവന് ഭയങ്കര വിശപ്പാണ്. ഇവൻ ഓരോ 2 hours എണീറ്റ് പാലൊക്കെ കുടിക്കും വിശന്നിട്ട്. ഇപ്പൊ ഞാൻ ഒരു റിലേ പോയ കിടക്കുന്നത് ഇങ്ങനെ എണീറ്റ്. എന്നിട്ട് രാവിലത്തെ ക്ലാസ് ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് എടുക്കുകയാണ്. അതാണ് രാവിലെ ഇരിക്കാത്ത. ഓ റെഡി. ഉറക്കത്തിൽ നിന്ന് എണീറ്റായിരുന്നു. ആലിക്ക് വിശക്കുന്നു. ഇത് ചെല്ലടി പുട്ടുണ്ടടി. എന്താണ് താല്പര്യമില്ലാത്ത? വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നാച്ചിന് നാണൊക്കെ. ചെല്ലേ ഡോഗ് ഫുഡ് ആണെങ്കിൽ രാവിലെ ഞാൻ വാരി കൊടുക്കണം. അല്ലെ അവള് വാരി കൊടുക്കണം. ഇത് കണ്ട വേണ്ട അടാക്കെ. പുട്ടാ മോളെ. ബാ പുട്ടാ കഴിക്കും. ബാ കഴിക്കും പുട്ടാ. ആ നിർബന്ധിച്ച് ഇനി കഴിക്കും. പുട്ടാണത്. ആ ഡോഗ് ഫുഡ് മാത്രമല്ല പുട്ടും ഉണ്ട്. കഴിക്കും. കഴിച്ചോ എന്റെ മോള് കഴിച്ചോ. അച്ഛൻ്റെ മോള് കഴിച്ചോ. ആ കഴിച്ചോ അങ്ങോട്ട്. ആ കഴിച്ചോ 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 കഴിച്ചോ. ആ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. അവിടെ ഒരുത്തൻ നോവേ മിണ്ടെന്ന് പോലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നും. പിന്നെ ഇസുവിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇസു വളരെ മെല്ലെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ആസ്വദിച്ച്. ആലി അങ്ങനെയല്ല. ആലി പെട്ടെന്ന് തിന്നിട്ട് അവന്റെ പണി നോക്കി പോകും. ഉറക്കാനായിട്ടൊക്കെ നോക്കുക. ഇപ്പൊ ഉറങ്ങത്തില്ല. ഇനി സൂര്യചേട്ടൻ രാവിലെ എണീറ്റല്ലേ. അപ്പൊ സൂര്യചേട്ടനും ഇവനും കൂടി കിടന്നുറങ്ങും. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാനാണ് ഉണ്ടാക്കാനുള്ളത്. അത് വലിയ കോമഡി എന്താന്ന് വെച്ചാൽ എനിക്ക് ഫുൾ ക്ലാസ് ആണ്. അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കണം. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യും. ഇടയ്ക്കൊക്കെ വന്നിട്ട്. കാര്യം ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ഒഴിക്കാനും പിന്നെ തോരനും കൂടി വെച്ചാൽ മതി. അതിന് മുമ്പ് ഒന്ന് കിടന്ന് ഉറങ്ങിയ. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് രാത്രി
ലേറ്റ് ആയിട്ടല്ലേ ഉറങ്ങുന്നത്, അതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പം 6 o'clock എണീക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ രാത്രി ലേറ്റ് ആവും, രാത്രി ക്ലാസ് കഴിഞ്ഞിട്ട് ഒക്കെ കിടക്കാൻ ലേറ്റ് ആവും. സോ ഉറക്കം റെഡിയാക്കി കിട്ടണമെങ്കിൽ ഒന്ന് ഉറങ്ങണം. ഇവനെയും കൊണ്ട് യൂഷ്വലി ചെയ്യുന്ന ഇവനെയും കൊണ്ട് ഉറങ്ങും. രാവിലെ കാപ്പി സൂർജിട്ടും ഉണ്ടാകും രാവിലെ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ. എന്നിട്ട് ഇവനെയും കൊണ്ട് കിടന്നുറങ്ങും. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ലുലുമോളുടെ കണ്ണൊക്കെ വൃത്തിയാക്കിയായിരുന്നു രാവിലെ. അപ്പം ഇനി അത് ചെയ്യണം. ലുലുമോളിനെ വൃത്തിയാക്കാൻ സമയം കിട്ടിയില്ല. ലുലുമോളിനെ വൃത്തിയാക്കിയില്ല. സുധരനാണ് ഇതാണ്. മോന് പൊട്ടൊക്കെ ഇട്ടേരാ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവർ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി എഴുതൂട്ടിനായിട്ട് ഉറങ്ങാൻ വന്നേക്കുവാണ്. രണ്ടെണ്ണം. മമ്മ ഫുഡ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഏതുകൂട്ടിൻ്റെ സ്നഗ്ഗി മാറ്റാനായിട്ട് എടുത്ത് കിടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ സ്നഗ്ഗിയിട്ടേ പുതിയത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഇസുവിൻ്റെ ആലിൻ്റെ കണ്ണൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ഇസുവിൻ്റെ പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല, പക്ഷെ നമ്മുടെ ആലിക്ക് ഹെയർസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് എപ്പോഴും ഇങ്ങനെ പീലടിയും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒരാളെ ക്ലീൻ ചെയ്യുന്നു വെച്ചാൽ അടുത്താളെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പം 2 പേർക്കും വേണ്ടി 2 ടിഷ്യൂവും കൊണ്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് ക്ലീൻ ചെയ്തു. ആലിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, ആലിക്ക് എന്നും ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനായതുകൊണ്ട് നിന്ന് തരുന്നു. പിന്നെ ആലിയുടെ വായ്ക്ക് താഴിലും ഇതുപോലെ തുടച്ചു കൊടുക്കണം. കാര്യം അവിടെ ഈ ചെറുക്ക വെള്ളം കുടിച്ചിട്ട് മുഴുവനാക്കി വെച്ചേക്കുകയാണ്. പിന്നെ ഇവനാണെങ്കിൽ ആ ബോട്ടിൽ പോലത്തെ ഒന്നും പറ്റത്തില്ല. ഇവനാണെങ്കിൽ മാക്ക തറയിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കണം. അതാണ് പ്രശ്നം. ഇതെല്ലാം കണ്ട് നമ്മുടെ എഴുതൂട്ടൻ അവിടെ കിടപ്പുണ്ട്. ആലി അങ്ങനെ ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ ക്ലീനാക്കി എടുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാനിട്ടിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് ഞാൻ വിരിക്കാൻ പോവാണ്. എഴുതൂട്ടിൻ്റെ തുണി ഓൾറെഡി കഴുകിയിട്ടുന്ന കിടപ്പുണ്ട്. അത് പെറുക്കിയിട്ട് നമ്മൾ അടുത്ത് പുതിയത് പിടിച്ചു. പിന്നെ ഒടുക്കത്തെ വെയിലായിരുന്നു. വെയിൽ കൊണ്ടൊരു പരുവായി. മമ്മ അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുവാണ് നമ്മുടെ എഴുതൂട്ടനുമായിട്ട്. ഇസുകൂട്ടനും കാവലിരിപ്പുണ്ട്. രാവിലെ എണീറ്റുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നു. ഏതുകുട്ടനെ ഉറക്കിയിട്ടാണ് ഞാൻ കിടക്കുന്നത്. ഏതുകുട്ടനും ഉറങ്ങി, ഞാനും ഉറങ്ങി. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഹാഫ് അവർ ബ്രേക്കേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ അച്ഛനും മോനും അവിടെ പോത്ത് പോലെ കിടന്നുറങ്ങുകയാണ്. ഇസുവും ആലിയൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബ്രേക്കിൻ്റെ സമയത്ത് കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഏതുട്ടന് ഉറക്കം എണീറ്റ് വന്നിട്ടുണ്ട്. ഏതുട്ടൻ കുറേ നേരമായി എണീറ്റിട്ട്, പക്ഷേ ഏതുട്ടൻ കട്ടിലെ തന്നെ എൻ്റെ കൂടെ കിടപ്പായിരുന്നു. ഞാൻ നല്ലോണം ഉറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റു. സോ ഗൈസ്, ഇവര് 3 പേര് നല്ല ഉറക്കത്തിലായിരുന്നു. 4 കുട്ടികൾ നല്ല ഉറക്കത്തിലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുട്ടി വന്ന് ഹോർലിക്സ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, എൻ്റെ ഹോർലിക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് തനിയെ കട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ഷേക്ക് അടിക്കാൻ പോകണം. അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ക്ലാസ്സിൽ ഒരു 1/2 മണിക്കൂർ ബ്രേക്ക് കിട്ടി. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് തട്ടിക്കൂട്ടാനായിട്ട് രസത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അടുപ്പത്ത് നമ്മുടെ പയർ, എളുപ്പപ്പണിക്ക് വേണ്ടി വൻപയറാണ് ഉണ്ടാക്കുന്നത് തോരനായിട്ട്. പിന്നെ ഇനി മീൻ വറുക്കണം, അല്ലെങ്കിൽ മുട്ട വറുക്കണം, ഏതെങ്കിലുമൊക്കെ ചെയ്യണം. മീൻ വെട്ടണം. അതുകൊണ്ട് അതിനുള്ള സമയം എനിക്കിപ്പോൾ ഇല്ല. ഇപ്പം അടുത്ത ക്ലാസ് ഉണ്ട്. സോ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇവനെ ഫീഡ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് എനിക്കുള്ളൂ. അപ്പം ഇവർ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എന്നിട്ട് 2 ഇതുവരെ ഉറങ്ങി മതിയായിട്ടില്ല. ഇവർ രാവിലെ ഇങ്ങനെ ആയിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആവത്തുള്ളൂ. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല ഉറക്കമായിരിക്കും. ഗൈസ്, അവിടെ ഒരു അടി മണക്കുമായിരുന്നു. അടി തുടങ്ങാനായിട്ട് പോയതാണ്. പിന്നെ എന്തോ ഒരു ഇസുവിനൊരു മടി തോന്നിയപ്പോഴത്തേക്കും അടി അങ്ങ് നിർത്തി. പക്ഷേ ഏത് നിമിഷവും അടി പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. ആലിക്കുട്ടൻ അവിടെ ഇവിടെയൊക്കെ നടന്ന് ഏതുകുട്ടനെ നോക്കുവാണ്. ഏതുകുട്ടനാണെങ്കിൽ അപ്പുറത്താണ് ഇരിക്കുന്നത്. പക്ഷേ അത് ഏതുകുട്ടൻ തൊട്ടിലെ പോയി ഏതുകുട്ടൻ തൊട്ടിലുണ്ടോയെന്ന് അറിയാനായിട്ടൊക്കെ മണത്ത് നോക്കുന്നുണ്ട്. നമ്മൾ തൊട്ടിലോടെ ഏതുകുട്ടനെ എടുത്ത് അടുക്കളയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി നടക്കുള്ളൂ. കാരണം മിച്ചു അവിടെ ക്ലാസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് പിന്നെയും. പക്ഷേ എനിക്ക് മീൻ വെട്ടേണ്ട ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഏതുകുട്ടനെ ഞാൻ എടുത്ത് അടുക്കളയിൽ വെച്ചു. പൊല്യൂഷൻ കാരണം തളർന്നിരിക്കുന്ന 2 കുട്ടികൾ. എന്റെ കുഞ്ഞിനെ തട്ടിയോടാമോ ഫോട്ടോ? അതെങ്ങനെ എന്റെ പിറകിന്റെ കൂടെ നടക്കത്തുള്ളൂ? ആലി വന്നടാ.
എന്നിട്ട് ആടെ ഒന്നും കാണിക്കുന്നത് എന്നെ എടുത്തോ കൈ മുഴുവൻ മീനാ എടുക്കട്ടെ നിന്നെ മീനോ ആരുടെ അവന്റെ മീൻ ഇച്ചു വന്ന അലു വന്നു ഇച്ചു വന്ന അലു വന്നു എല്ലാരും വന്നു സന്തോഷം കണ്ണില് തിളക്കം ഇല്ല അവരിലേക്ക് പോയി ശ്രദ്ധ പോയി തോരൻ വെക്കണം മീൻ വെക്കണം നിറയെ ജോലിയുണ്ട് കറിഞ്ഞിട്ടൊരു കാര്യമില്ല ഇവരെടുത്തു കേട്ടോ ഞാൻ അത് ഉണ്ടാക്കട്ടെ കേട്ടോ സോ നമ്മുടെ സൂര്യചേട്ടൻ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണിത് ഓ അതും എടുത്ത് കാണിക്കാനുള്ള സൂര്യചേട്ടന്റെ മനസ്സാണ് എന്താ ഇവിടെ അനിയനെടുത്ത് തരുന്ന അനിയൻ ഇത് എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് അനിയന് തന്നെ അറിയില്ല പെൻകിൻ എന്തിയാ കണ്ണാ പെൻകിൻ താടെ തന്നില്ലേ ചുമ്മാണോ എന്റെ കുഞ്ഞു കരഞ്ഞേ അത് പറഞ്ഞ വേണ്ടി ചീനിയുണ്ട് നമുക്ക് രസം വെക്കണ്ടേ മീൻ വറുക്കണ്ടേ നമുക്ക് തോരൻ വെക്കണ്ടേ ഇനി അടുത്ത ക്ലാസ് ഉണ്ട് 2:30 അതിനിപ്പോ ഞാൻ ഇതെല്ലാം വെക്കട്ടെ നട്ടുച്ചക്ക് കളിയില്ല നട്ടുച്ച വെയില് വൈകിട്ട് ഇറങ്ങാം കളിക്കാം നമുക്ക് നട്ടുച്ചക്ക് കളിയില്ല ഇറക്ക പെണ്ണെ എനിക്ക് ഹീറ്റ് സ്ട്രോക്ക് വരും ഇപ്പോ കണ്ട അവരുത്തെ വെള്ളം കുടിക്കുന്നുണ്ടോ ഇവൻ ഇവിടെ കിടന്ന് ഓട്ടമായിരുന്നു എടാ ആട് വേറെ ആരും നോക്കാനില്ലാത്ത ഒരു കുഞ്ഞു കുട്ടിയുടെ ചോദന മണി അടുക്കള ഇസ് കളിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു ഹായ് എന്താണ് രസം കണ്ടിട്ടൊന്നും തോന്നിയില്ല എന്ന് പറയട്ടെ എനിക്ക് അങ്ങനെ പറയുന്നില്ല ഇതാണ് നമ്മുടെ പിള്ളേരുടെ മീൻ പിള്ളേർക്ക് ഇപ്പം മേടിച്ച് വെട്ടിയ മീനാണ് നമ്മൾ മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇടുന്നു കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വേവിച്ചു കൊടുക്കും ഉപ്പിട്ടുകൂടാ ഇടത്തില്ല ഒട്ടും ഇടാൻ പറ്റില്ല ചുമ്മാ നേരത്തെ ഇടുമെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനൊന്നും ഇല്ല പേര് പറയാൻ ഇനി ഞങ്ങള് കുളിക്കാൻ പോവാ ഇല്ലേ ഏതോട്ടാ ഇനി ഞങ്ങള് കുളിക്കാൻ പോവാ മമ്മ ഇനി മീൻ വറക്കണം മമ്മയ്ക്ക് മീൻ ഇവിടെ വെച്ചിട്ടുണ്ട് മീൻ വറക്കണം തോരൻ വെക്കണം തോരൻ കുക്കറിനകത്ത് പയറ് വെന്തിരിക്കുകയാണ് മിക്സ് അടിക്കുക തേങ്ങ തിരുമണം അപ്പൊ പിന്നെ ഇവരുടെ മീൻ ഒന്ന് നോക്കണം യെസ് എനിക്ക് 3:30 നിനക്ക് 2 മണിയായി ഇപ്പൊ തന്നെ നമുക്ക് കുളിക്കാൻ പോകണ്ടേ ചക്കരെ കുളിപ്പിക്കണ്ടാടാ പൊന്നേ ചേച്ചി വന്നേ ചേച്ചി വന്നേ നോക്കുന്നു ഇതാ തോന്നുന്നു ഇപ്പൊ കൈയൊക്കെ പോകും ഓ ഓ ഓ മമ്മയുടെ പൊന്നാണോ അമ്മച്ചിയുടെ പൊണ്ണാണോ ഇത് ആല് വന്നേ അവരെ കണ്ടപ്പോ അവൻ മിണ്ടതായി കേട്ടോ ആല് വന്നേ ഇച്ചു വന്നേ ഇച്ചിന് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് ഇസു ഇങ്ങനെ ഉമ്പോലിക്കാൻ നിൽക്കുന്നതാ ഉമ്പോലിക്കാന്ന് പറഞ്ഞാ കൊഞ്ചിക്കാൻ നുസുവിനെ നോക്കിയിരിക്കുന്നു സന്തോഷം ഒന്ന് തൊടണമെന്നുണ്ട് ഏതുവിന് എന്നൂരൊന്ന് തൊടണമെന്നുണ്ട് എന്താ ചക്കട് വിശന്ന് തുടങ്ങിയോ 2 മണിയായി ആ വേണ്ട കരയണ്ട ഞാൻ എടുക്കാം അവരങ്ങോട്ട് പോയപ്പോ നിനക്ക് കരയണം അല്ലേ അതുവരെ നിനക്ക് കരയണ്ടായിരുന്നു അപ്പൊ അടവല്ലേ നിന്റെ എടാ കള്ള ഏത് കുട്ടിനെ കുളിപ്പിക്കാനായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്തത് ഏതുന്റെ കുളിയാണ് അപ്പൊ ഞാനാണ് ഏതുട്ടിനെ കുളിപ്പിക്കുന്നത് കുഞ്ഞിലെ തൊട്ടാണ് അതാണ് ശീലവനും ഞങ്ങള് കുളിച്ചു കഴിഞ്ഞ് ഇല്ലേ കുളിച്ചു കഴിഞ്ഞില്ലേ ഞാൻ കുളിപ്പിച്ചോ പൊന്നിനെ കുളിപ്പിച്ചോ ചുണ്ടടനായോ ആ പുടി ഉടുപ്പൊക്കെ ഇട്ടല്ലോ
വാ മക്കള് വാ, അച്ഛൻ്റെ മക്കള് വാ. അങ്ങനെ നമ്മുടെ മക്കൾക്കുള്ള ചോറ് രണ്ട് കൈ വെച്ച് കഴിക്കാൻ റെഡിയാണോ? വിശപ്പായ രണ്ടിനും? ആദ്യം വിശപ്പായടാ? വിശപ്പായ? ചുന് വിശപ്പായ? ഓ ഇച്ചോടങ്ങ് കിടന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. ഇന്ന് അല്ല കേട്ടോ, മീൻകറി ഇന്നലെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ രസം, പിന്നെ പപ്പടം രാവിലെ സൂക്ഷിച്ചിട്ട് വറുത്തത്, പിന്നെ മീൻ വറുത്തത്, പിന്നെ എന്തുവായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്? തോരൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വെച്ചത്. നമ്മുടെ ഏതൂട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് ആക്ച്വലി. പക്ഷേ അടുത്തേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ്റെ തൊട്ടിൽ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇവൻ തൊട്ടിൽ നിന്ന് മറിഞ്ഞ് വീഴും. ഓ ഒരുത്തി സ്ട്രെച്ചൊക്കെ ചെയ്ത് വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. ആ വാ വന്ന് കഴിക്കും. വാ രണ്ടു മൂന്ന് കഴിച്ചു. ബാ ആലിയും വാ വാടാ ഉറക്കപ്പിച്ച രണ്ടുപേരും അതാ കഴിക്കാതെ. വിശപ്പൊക്കെ ഉണ്ട്. കഴിക്കടാ കേട്ടോ, അതിന് അച്ഛ പറയണോ? വന്ന് കഴിക്കും. കഴിക്കും മോളെ. ആദ്യ കഴിപ്പോടെ നീ കൊടുക്കുമ്പോഴേ ഉള്ളു, ഞാൻ കൊടുക്കുമ്പോ വന്ന് കഴിക്കും. നീ എടുത്ത് കഴിഞ്ഞാൽ നിനക്ക് ഇച്ചിരി വായി വെച്ച് കൊടുക്കണം. ഓരോ ശീലങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി കഴിക്കാമല്ലോ. നീ എന്തോന്നു നീ അച്ഛന്മാരി തരണ? അവളെ ഉറക്കപ്പിച്ച അതുകൊണ്ടാ പറ്റാതെ. കഴിക്കുമോ കഴിക്കാൻ വേണ്ട, എന്നെ പഠിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവള് കഴിക്കുന്നില്ല, അതാ നോക്കുന്നത്. മുന്നേ ഇവൻ വിളിക്കുവായിരുന്നു കേട്ടോ ഇവിടെ കഴിക്കാനായിട്ട്. ഇപ്പൊ ഒരു വിശന്നിട്ട് പിന്നെ കഴിക്കാൻ കഴിക്കുക. ഇസു എന്താ കഴിക്കാത്ത? ഇസു വാ, അച്ഛൻ്റെ മോള് വാ. വാ എണീറ്റ് വാ. എണീറ്റ് വാ. പോയി വിളിക്കുന്നു ഇനി അവളെ. വേണ്ട മോൻ്റെ പോയി കഴിക്കും. ആലിയ പോയി കഴിക്കുന്ന വാടി. ഇനി കഴിച്ചില്ലെങ്കിൽ പിന്നെ സംഭവം വഷളാവുന്ന രീതിയിൽ ഇസ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇനി കഴിച്ചോടി. ഇവക്ക് എന്തായാലും വിഷം. എൻ്റെ കയ്യിലില്ല ഒന്നും. അതല്ല എൻ്റെ കയ്യിൽ മണപ്പിച്ച് നോക്കുന്നു. വെള്ളം കുടിക്കുന്നു. ഭക്ഷണം വേണ്ടേ ഇന്ന്? അപ്പം മക്കൾ രണ്ടുപേരും കഴിച്ചു. അതുപോലെ ഞങ്ങളും ആ സമയത്ത് ഫുഡ് കഴിച്ചു. അച്ഛൻ്റെ പൊന്നു മോള് ദേ അവിടെയാണ്. എൻ്റെ പൊന്നു മോൻ ഇവിടെ ഉണ്ട്. വേറൊരു പൊന്നു മോനും കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ അതേ പീക്ക് അതിൻ്റെ അടിയിൽ പോയി ഇവൻ്റെ. അതിനാണ് എടുത്തു കൊടുക്കാതിരിക്കുക. ഇവ ഇരിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല. സൂർച്ചേട്ടാ ഒന്ന് എടുത്തു കൊടുത്തേ. ആലുകുട്ടിയുടെ ആലുകുട്ടൻ്റെ ഇത് സെറ്റിയുടെ അടിയെ പോയി. ചേച്ചിയെ ഒന്ന് എണീറ്റ് കൊടുത്തേ. ചേച്ചിയെ പീക്കിന് എടുത്തു കൊടുക്കട്ടെ. ഇപ്പം എടുത്തേരും കേട്ടോ, മോശമിക്കണ്ട കേട്ടോ. സുഹൃത്തേട്ടാ അവൻ കഷ്ടപ്പെട്ട് നോക്കിയിരിക്കും. ഒന്ന് എടുത്തു കൊടുക്കുക. എനിക്ക് പറ്റാനില്ല. അല്ലെങ്കിൽ ഏത് ഉടനെ പിടി. അയ്യോ ഉടുപ്പിട്ടിട്ടില്ല. പത്മിനി ചേച്ചിയും പിന്നെ വേറെ ആരാണ്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ വരും. സുഹൃത്തേട്ടാ കോട്ട് സൂട്ടിട്ടായി വേഗം പോയിട്. പത്മിനി ചേച്ചി ഞാൻ ടീം ഇപ്പൊ എത്തുവേ. ആലിമോനെ നീ പീക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അച്ഛന്റെ മാനം ഇപ്പൊ കപ്പല്ലേ. കുളിക്കുമ്പോ ചുമ്മാ എല്ലായിടത്ത് വരുമ്പോ ഒരു നാറ്റം. മര്യാദക്ക് പീക്കെ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ അവിടെ ചെല്ലുന്നുണ്ട്. കൊടുക്ക എന്റെ കൊച്ചു കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എടി പെണ്ണെ ഒന്ന് സമ്മതിക്കട്ടെ. അതിന് ശേഷം കയറിയിരിക്കണ്ട. അവരുടെ അടുത്ത് ദേഷ്യപ്പെടാൻ പോകുന്നുണ്ട്. ഇറക്കി തന്നെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞ ഭീഷണിയൊക്കെ പോടാ. കണ്ട അവനെ തള്ളി മേരിച്ച് നോക്കൂ. അത് അവൻ്റെ ഒന്നും കിട്ടാനാ. ഈ ശരീരം മാത്രമേ ഉള്ളൂ. ലോല ഹൃദയാണ്.
ഇതിന്റെ അടിയിൽ, അതിന്റെ അടിയിൽ ഇവിടെ ഇങ്ങേറ്റത്ത് അവൻ കാണിച്ചു തരുന്നുണ്ടല്ലോ തല വെച്ച്. എടാ ചെറുക്ക അതിനെ എടുത്ത് നിനക്ക് തന്നെ തരും. ചെറുക്കൻ അടാ അങ്ങോട്ടൊന്ന് കാണിച്ചു തരുന്നു. പീക്കി കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഒരുത്തേനെ ഇറക്കി വിട്ട് ഏത് കുട്ടാ ഡാഡ വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് വരാമേ. വേഗം ഒന്ന് കുളിച്ചിട്ട് വരാമേ ഡാഡ. ഓക്കെ. അപ്പോൾ എനിക്ക് വീണ്ടും ക്ലാസ് തുടങ്ങി. ഒരു 3:30 തൊട്ട് 4:00 വരെ എനിക്ക് ഒരു ക്ലാസ് കൂടെ ഉണ്ട്. ഉറക്കി കിടത്തിയ കൊച്ചിനെ ഈ സൈക്കോ ഉണർത്തി എന്നിട്ട് തേനായിട്ട് ചിരിപ്പിക്കുന്നു. രണ്ടെണ്ണം പോത്ത് പോലെ ശല്യം സഹിക്കാൻ വയ്യാതെ അടിപ്പോയി കിടന്നുറങ്ങുക കട്ടില്. ഞങ്ങൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ഇസുവും ആലിയും എഴുതൂട്ടനും ഉണ്ട്. ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. ഇത് എഴുതൂട്ട ഫോൺ ഓണാക്കിയപ്പോൾ ഫോൺ കാണാല്ല കേട്ടാ. ഇസു നിന്നല്ലേ അവൻ വിളിക്കുന്നേ? അവനല്ല ഗൈസ്, ഇവൻ 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 ഇസുവിനെയാണേ. ചേച്ചി അവിടെ വായ നോക്കി ആരോ വരുന്നുണ്ട്. മണം എടുത്തിട്ട് ആലി ഓടി വന്നു. ഇവിടെ അവൻ എന്തിനാടോ ഓടി വന്നേ? വായിന്ന് വിരലിട്. നീ എന്താ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാ? വായിൽ വിരലൊക്കെ കുത്തിക്കേറ്റി. അത് തന്നെ കാര്യം. അതോട്ടെ ശരിയായില്ല. ആണോ? അങ്ങനെ പറഞ്ഞോ? ഷൂ അമ്മ ഇല്ലാതിരുന്നപ്പോ എന്താ ചെയ്തേ? ഇതാടെ എന്തൊക്കെയാ കുഞ്ഞിനെ പറഞ്ഞേ? ആണോ മോനെ? ഏതോ അങ്ങനെയൊക്കെ പറഞ്ഞോ? അത് മോശമായി പോയി. അത് വേണ്ടായിരുന്നു. എത്ര ദിവസം മുട്ട അടിച്ചിട്ട്? 5 ദിവസം. 5 ആയില്ലല്ലോ. ഇല്ലേ, കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നു അമ്മ ഉണ്ടായിരുന്നേ. അത് വ്യാഴോ? വീഡിയോ കണ്ടവർക്കറിയാം. മുട്ട കുട്ടാ. വെള്ളിയല്ലേ അടിച്ചത്? വെള്ളിയാണെന്ന് തോന്നുന്നു. അതെ വെള്ളിയാന്ന് തോന്നുന്നു. വെള്ളി, ശനി, ഞായർ, തിങ്കൾ. അത് അടിക്കാനൊക്കെ പോകുന്നു. 5 ദിവസം. ഇതെന്താ സൂര്യേട്ട എപ്പോഴും മഴക്കോളുണ്ട് പക്ഷെ മഴ പെയ്യത്തില്ല? ശ്രദ്ധിച്ചോ കുറച്ച് ദിവസമായിട്ട്? കൊതിയാവുന്നു മഴ പെയ്യാൻ. എന്തൊരു ചൂട്. വാവച്ചിക്ക് ഒരു 1 വയസ്സാകുമ്പോ നമുക്ക് 2 പേർക്ക് ഇവിടെ മഴേനെ കേട്ടോ. നിനക്ക് ഓർമ്മയുണ്ടോ നീ വയറ്റി 3-ാം മാസം കിടന്നപ്പോ? 3.5 മാസമായിരുന്നപ്പോ. എന്നിട്ട് മഴയൊക്കെ നനഞ്ഞ് ഞാൻ അവിടെ കാര്യമായിട്ടിരുന്നു. ഷോർട്സ് ഉണ്ടവർക്ക് അറിയാമായിരിക്കും. കാര്യമായിട്ടൊക്കെ ഇരുന്ന് മഴയൊക്കെ നനഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ അമ്മയോട് പറഞ്ഞു. അല്ലെങ്കിൽ അമ്മ പറയോ ഇനി എന്തെങ്കിലും ഞാനൊന്ന് ചെറുതായിട്ട് തുമ്മിയാൽ തന്നെ അമ്മ എന്നെ കുറ്റം പറയുന്നത് ഞാൻ പറഞ്ഞില്ല. ഇനി കുഴപ്പമില്ലാന്ന് കണ്ടിട്ടേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം മിച്ചുവിന് വേറൊരു ക്ലാസ്സും കൂടെ വന്നു. അതുപോലെ തന്നെ എനിക്കും ഒരു ക്ലാസ്സിനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ നേരെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് മമ്മ കുളിച്ചു. സ്ട്രെച്ച് ചെയ്യുന്നു. എന്റെ കുട്ടി ഇപ്പൊ വരും. ഞാൻ പോവുകയാണ് ഗൈസ്. ഇപ്പൊ വരും ഗൈസ്. 6 മണിക്കായിരുന്നു. ഈ ചോച്ച് കളിക്കാൻ പോണോ? ഇടയ്ക്ക് ഇപ്പൊ സമയമില്ല, നമുക്ക് രാത്രി കളിക്കാം കേട്ടോ. അച്ഛ 10 മണിയാകുമ്പോ ഒന്ന് കളിക്കാമേ. ഈ കുട്ടിയെ ഈ മനുഷ്യൻ ഉണർത്തിയിട്ട് ഈ മനുഷ്യൻ ക്ലാസ് എടുക്കാൻ പോവാണ്. ഇനി ഈ കുട്ടിയെ എപ്പോഴാണ് ഉണർത്തിയത്? 4 മണിക്ക്, 4:30ക്ക്. 4 തൊട്ട് ഇതുവരെ കുട്ടി എന്റെ അടുത്തായിരുന്നു. ഇല്ലടാ കുട്ടി പിന്നെ ഉറങ്ങിയില്ല. അതെന്റെ പോലെ അത് നല്ലതല്ലേ? അവൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ. ചെറിയ കുട്ടിയുടെ വായിലൊന്നുണ്ട്. പോട്ടെ. ടാറ്റാ. കുട്ടി വരില്ല. കുട്ടി ഇതുവരെ വന്നില്ല. സോ ഞങ്ങൾ വെള്ളം ഒഴിക്കുവായിരുന്നേ. ഒഴിച്ചാലോ നിന്റെ മേട്ടൂടെ ഒഴിക്കട്ടെ കളി. കോഴിയുടെ കുറുക്കൻ എപ്പോഴും കോഴിക്കൂട്ടിലാന്ന് പറയുന്ന കണക്കാണ്. ഏതുണ്ട് അമ്മ എന്ത് ചെയ്യുവാണ്? തുണി പെറുക്കിയായിരുന്നാ?
അടിഷോ എടാ ഡോഡയുടെ കുട്ടി വന്നില്ലടാ. ഇച്ചു ആദ്യം അച്ഛയുടെ പിള്ളേർ വന്നില്ല, അതുകൊണ്ടാണ് അച്ഛ ഇവിടെ വന്നത് കേട്ടോ. അച്ചോ ഇസുക്കുട്ടാ ഇവളെന്താന്നറിയാം, ഇവക്ക് പണ്ട് തൊട്ട് ഇങ്ങനെ ഒരു സാധനം നമ്മളിങ്ങനെ എടുത്തിട്ട് നമുക്ക് തരാതിരിക്കാനുള്ള ഒരു ഭയങ്കര കളിയുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ ടേക്ക് ഒടിപ്പിച്ചിട്ട് ഇവക്ക് അറിയാം അതുകൊണ്ട് തരണമെന്നൊക്കെ, പക്ഷെ അവളത് മനഃപൂർവ്വം കളിക്കും. കണ്ട, അത് അവളുടെ ഒരു കളിയാ, അതൊക്കെ തരാതിരിക്കുക എന്നുള്ളത്. അവൾ പിടിക്കാൻ ചെല്ലുക അങ്ങനെ. തീരെ ഞങ്ങിരുത് ശല്യം കാണും. എടി ഈ പശുവിന്റെ പാല് എന്ത് ചെയ്യും? പശുവിന്റെ പാല് ഇതെന്താ കിളി പോയിക്കുന്നേ? അവൻ എന്താ നടന്നത്? എന്തോ പറ്റിട്ടുണ്ട്. തലക്കടി കൊണ്ടോ ഇനി? അവൾ ഓടി. എന്തിനാണ് ഓടിയെന്നറിയോ? ഇത് കൂട്ടൻ സ്നഗ്ഗി മുഴുവൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിനവള് എൻ്റെ കയ്യിൽ തന്നിട്ട് ഓടി. മനഃപൂർവ്വമാണ്. മഴ ചാറുന്നു കുറെ നാളുകൾക്ക് ശേഷം. ചെറുതേ ചാറിയതേ ഉള്ളൂ, ചൂട് കൂട്ടതേ ഉള്ളൂ. നീ മഴ കണ്ടിട്ടുണ്ടോ? ഇപ്പം ആകാശത്തുനിന്ന് തുള്ളി തുള്ളിയായി വരുന്നതാണ് മഴ. മഴ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടേ ഉള്ളു, കണ്ടിട്ടില്ല. 3.5 മാസമായിട്ട് കിടന്നപ്പോ കൊണ്ടിട്ടേ ഉള്ളു. ഇപ്പൊ കാണുമെങ്കിൽ അമ്മ ഇപ്പൊ വീണ്ടും എണീറ്റ് ഇറങ്ങി കുളിക്കും. ഇന്നിപ്പൊ കുളിപ്പിക്കുന്നു. അന്നത്തെ 1 വയസ്സാണ്. രണ്ടുപേരും മഴ കാണാൻ ഇരിപ്പുണ്ട്. രണ്ടല്ല, ഞങ്ങൾ 4. നല്ല അലമ്പായത് കൊണ്ട് തന്നെ ഇവരെ ഏൽപ്പിച്ചിട്ട് അവിടെ 2 പേരുണ്ട്. ഐസു ഹാലി അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് തന്നെ ക്ലാസ്സും എടുക്കും. അപ്പോൾ ഇവരെ നോക്കി കളിച്ചുകൊണ്ട് കിടക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. കാര്യം ഈ സമയത്ത് സൂര്യനും ക്ലാസ് ഉണ്ട്. അപ്പം അതേ ഇവിടെ ഇങ്ങനെയാണ് 3 പേരും കൂടി. ഒരു പായലുണ്ട്. അതിൽ ഭയങ്കര അലേർട്ടാണ്. അവിടെ എന്തോ സൗണ്ട് കേട്ടോ ഓടി. ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കിടത്തി തന്നെ ഇപ്പം തിരിഞ്ഞങ്ങ് പോയി. ഇടയ്ക്കിടയ്ക്ക് അവനെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചിക്കുട്ടി. നീ വന്നോടി കള്ളി പെണ്ണേന്ന് ചോദിച്ചോണ്ട് ഇടവൻ നിൽക്കുന്നു. ഇത് ഞങ്ങൾ മാത്രമുള്ള ഞങ്ങളുടെ വീട്ടൈം. മണി 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. എവിടെ എൻ്റെ മക്കൾസ്? ബാക്കിയുള്ള 2 മക്കൾസ് ഇസുവിനെ കണ്ടു കിട്ടി. എൻ്റെ ആലു എവിടെ? എന്നാണ് വഴക്കിട്ടിട്ട് അക്കടെ പൊന്ന് വന്നേ. ആലുവിന്റെ വായില് ക്ലിപ്പിരിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരമായി. അപ്പോൾ 2-ൽ ഒരാൾക്ക് ആദ്യം കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവൻ ഇപ്പം നല്ല അലമ്പാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചത്. പക്ഷെ ഇപ്പം അവൻ അത്ര നല്ല ഇതിലല്ല. സോ അതുകൊണ്ട് ആദ്യം ഒരാൾ കഴിക്കാമെന്ന് വിചാരിക്കുക. മറ്റൊക്കെയുള്ളത് റെഡിയാക്കാണ്. എന്തോടി ചക്കര പെണ്ണേ സുന്ദരി? എന്താണ് ശുണ്ടാര? മുട്ട ഇതെന്റെ കുട്ട. ചേട്ടനും എന്നീനും കൂടെ കിടക്കുന്ന നടപ്പ് കണ്ടോ? ആല് നല്ല മിടുക്കനായിട്ട് കഴിച്ച്
ഇവിടെ ഇസു കഴിക്കുന്നില്ല. ഇസുവിന് ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ, ഫുഡിനോട് താല്പര്യമില്ല. ചില ദിവസങ്ങളിൽ അവളിങ്ങനെ ഒരു നേരമൊക്കെ പട്ടിണി കിടക്കും. ഉച്ചയ്ക്ക് ഇന്ന് കാണിച്ചെങ്കിലും പിന്നെ പോയി കഴിക്കും മോളെ. ചെല്ല്, വേണ്ടേ? എന്നാ ബിസ്ക്കറ്റ് എന്നാ ബാ. അത് തിന്നാ അല്ലേ? ചോറിനാ 12:30 മണിയായി. ഞങ്ങള് കളിക്കാണ്. എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞപ്പോ, എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ 6 മണിക്ക് ഇരുന്നതാണ്. 11 മണിയായി കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് 10 മണിയായപ്പോ 6 മണിയുടെ കുട്ടി വന്നില്ല. അപ്പോൾ 7 മണിക്ക് ഇരുന്നതാണ്. 7 മണിക്ക് ഇരുന്നിട്ട് 11 മണിക്കാണ് എണീറ്റത്. ഞാൻ 7:15 തൊട്ട് 10 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നാളെ അപ്പത്തിന് അരച്ച് വെച്ച്. അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതിനിടയിൽ കുറെ കാര്യങ്ങൾ മിസ്സായി. ഞങ്ങള് വീട് ക്ലീൻ ചെയ്തതും കുറെയൊക്കെ മിസ്സായി. രാവിലെ തൂത്ത് വാരിയതൊക്കെ മിസ്സാണ്. അതിന് സമയം കിട്ടിയില്ല. എല്ലാവരും ചടപടപടപടേന്നാണ്. പിന്നെ എന്താ പറയാ, നേരത്തെ ഒക്കെ ആണെങ്കിൽ ഡേ ഇൻ ആർ ലൈഫ് ചെയ്തിട്ടപ്പോ ജോലി ഇല്ലാത്ത അവസ്ഥയായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരുന്നത് അല്ലേ. ബട്ട് ഇപ്പൊ ചെയ്തത് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. നല്ല ഹെക്റ്റിക് ആയിരുന്നു. അപ്പം അതിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്തതാണ്. ഇങ്ങനെ അല്ല ഞങ്ങളുടെ ഒരു എന്താ പറയാ, ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയല്ല. ഞങ്ങള് സിനിമ ആണ് രാത്രി. അത് തന്നെ ഞാനും അതെ. അന്നും പക്ഷെ എനിക്ക് രാത്രിയിൽ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. ഓഫുള്ള ഒരു ദിവസം രാത്രി ഒരു ക്ലാസ് ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് മണി മാൻ. പൈസ ക്ലാസ് എടുത്താൽ പൈസ കിട്ടുമെങ്കിൽ നമ്മള് കൂടുതൽ ക്ലാസ് എടുക്കുമല്ലോ. പിന്നെ എനിക്കിപ്പോൾ ഒന്ന് ഓർഗനൈസ്ഡ് വരുന്നതേ ഉള്ളൂ. എല്ലാം എനിക്ക് കംപ്ലീറ്റ്ലി ഓർഗനൈസ്ഡ് അല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 മാസം, ഈ ഒരു അടുത്ത 2 മാസത്തോടു കൂടി എനിക്ക് തോന്നുന്നു എല്ലാം ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് കുറച്ച് ഒന്നും കൂടെ ക്ലാസ്സൊക്കെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഈ ടൈമിലൊക്കെയാണ് ക്ലാസ് കുറച്ചൊന്നും ഓർഗനൈസ്ഡ് ആവും. ഇപ്പം ആക്ച്വലി ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പം ഒരു ഓർഡറൊന്നുമില്ല സംഭവം. ഇന്നത്തെ പോലെ ആയിരിക്കില്ല ഇപ്പം അടുത്ത ദിവസത്തെ ക്ലാസ്. അപ്പം ഡിഫറെന്റ് ആണ് ദിവസം ഓർഗനൈസ്ഡ് ആവുന്നുണ്ട്. ആയി വരുന്നു. അപ്പം തുടങ്ങിയപ്പം കഴിഞ്ഞ മാസം ഫെബ്രുവരി തുടങ്ങിയപ്പോ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ആദ്യം ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പം കുറച്ചും കൂടാണ്. ബട്ട് എനിക്ക് ഇനി ഒരുപാട് ആവാനുണ്ട്. അവൾക്ക് വയറിന് അസുഖം ഉണ്ട് കേട്ടോ. അവള് പുല്ല് തപ്പുക സംഭവം. പക്ഷെ അവള് ചെടിയൊന്നും വീഴില്ല കേട്ടോ. എന്തൊക്കെയായാലും അവൾ അങ്ങനെ ചെയ്യില്ല. അവൾക്ക് വയറ്റിന് എന്തോ പ്രശ്നമുണ്ട്. രാവിലെ കഴിച്ചു, ഉച്ചയ്ക്കും കുറച്ച് കഴിച്ചു, പകുതിയോളം കഴിച്ചു. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മള് ഡോഗ്സ് പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാതിരുന്നു. നാളെ രാവിലെയും കൂടെ അവള് സ്കിപ്പ് അടിച്ചാൽ നമ്മൾ അപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കും. ഇത് കണ്ടോ, ഈ വീട്ടില് കറക്റ്റ് ആയിട്ട് ഉറങ്ങണം എന്നൊക്കെ ചിന്തയുള്ള ഒരാളേ ഉള്ളൂ. കണ്ടോ, ഇതിനൊക്കെ പ്രാന്താണോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതല്ല. നിങ്ങൾ ഈ ചിരി കാണുന്നുണ്ട്. ആലിയാണോ അത് രണ്ടാളത് തപ്പുക. പക്ഷെ അവളെ എടുക്കില്ല കേട്ടോ. ഇല്ല, അവളങ്ങനെ ചെയ്യില്ല. അതിന്റെ മൂട്ടിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെയാ നോക്കുന്നത്. കണ്ണാങ്കി വാ, അമ്മ പെറ്റപ്പ് വരാം, അപ്പൊ മാറും. അത് മൾട്ടി കമ്പോണന്റ്. പിന്നെന്താ നമ്മൾ പറയാൻ വന്നേ, നമ്മൾ കുറേ കാര്യങ്ങൾ സ്കിപ്പ് അടിച്ചു കേട്ടോ. അകത്ത് തൂക്കുന്നത്, പിന്നെന്തൊക്കെയായിരുന്നു, വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനിടുന്നത്, വിരിക്കുന്ന ഞാനാണ് കുറേ സ്കിപ്പ് അടിച്ചത്. ഞാൻ രാവിലെ എണീറ്റിരുന്ന് ക്ലാസ് എടുക്കുന്നതൊക്കെ സ്കിപ്പായി. കാര്യം എല്ലാം കൂടെ പറ്റുന്നില്ലാന്നേ. ഇനി നമ്മളിങ്ങനെ അല്ലാതെ നമ്മൾ അധികം എന്താ പറയുക, ജോലിയൊന്നും ഇല്ലാത്ത ദിവസം എങ്ങനെയാണെന്ന്, ലൈക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഓഫ് ഡേ അത് കാണിക്കാം. അതിങ്ങനെ ആയിരിക്കില്ല. കുട്ടികളെ കൊണ്ട് നടക്കാനൊക്കെ പോകും. അങ്ങോട്ട് മുകളിലോട്ടേ പോകാൻ പറ്റൂ, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ നിറയെ ഡോഗ്സ് ആണ്, ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ട്. പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെല്ല് അത് ഇതൊക്കെ വരുമല്ലോ, ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. കുറച്ചല്ലാതെ മുകളിലോട്ടൊക്കെ നടക്കാൻ പോകും വല്ലപ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ഓഫ് ഡേ എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം കാണിക്കാം അല്ലേ മുട്ടയ്ക്ക് അതൊന്നും അല്ല ചിന്ത വേണ്ട. അത് അല്ലെങ്കിൽ ഇത് എല്ലാവരും പറയും ആലിയും ഏതും തമ്മിലാണ് കമ്പനി. ഇസുവിന് അത്ര വലിയ താല്പര്യം ഇല്ല ഏതുവിനെന്ന്. അതൊക്കെ വെറുതെ കേട്ടോ. ആക്ച്വലി ഇസു എന്ന് പറഞ്ഞാൽ ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ളൊരു ചേച്ചിയാണ്. അതിൻ്റെ അനിയനൊന്നും പറ്റരുത്, അവൻ കുഞ്ഞാണ് എന്നൊക്കെ ബോധമുണ്ട്. നമ്മുടെ ആലിക്ക് ഇവൻ ബ്രോ ആണ്. എന്താ വെച്ചാൽ എന്നെ പോലെ ഒരുത്തൻ, ആ ഒരു ചിന്തയാണ്. അപ്പം അവൻ എപ്പോഴും വന്ന് ഇവന്റെ അടുത്തിരിക്കും. അതെ, അല്ല ഇവനെ നമുക്ക് ഇപ്പം മാത്രം ഇവൻ എന്ന് മുട്ടിലെഴാൻ തോന്നുന്നു അന്ന് അവന്റെ കൂടെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവളുടെ കൂടെ തന്നെ ആയിരിക്കും. പിന്നെ ഇവൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെല്ലുന്ന സമയത്ത്
ഇസു അങ്ങനെയായിരിക്കും. പിന്നെ അത് 3 പേരും കൂടെ ഒരുമിച്ചായിരിക്കും ഉറക്കമൊക്കെ. എന്തു പറ്റി മോളെ മോളെ എന്ത് പറ്റി? പോട്ടെ, സാരല്ല, നാളെ ആകുമ്പോ മാറും. പോട്ടെ കേട്ടോ. അമ്മ മരുന്ന് കുടിക്കാം, അപ്പൊ മാറും. വാലു ആലുട്ടിക്ക് അമ്മ മരുന്ന് തരാം കേട്ടോ. എന്റെ മോനല്ലേടാ, വാടാ. പിന്നെ ഇങ്ങനെ കുളിച്ചാലും അകത്ത് കയറും കേട്ടോ. അങ്ങനത്തെ ഒരുത്തന്നെ. എടാ വാടാ, ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ ചെയ്തോട്ടെ. എടാ വാടാ പ്ലീസ് ആടാ. ഇങ്ങനെ ആയിരിക്കത്തില്ല, നമ്മള് 3 പേരും കൂടെ ഇവനെയും കൂടെ അകത്ത് കയറ്റാണ്ടിരിക്കും കഷ്ടപ്പെടുന്നത്. ഞങ്ങള് വരുന്നില്ല. ആർക്ക് ഇഷ്ടമല്ലാത്തൊന്നും വീട്ടിൽ നടക്കില്ല. മമ്മ മരുന്നെടുക്കുന്നു, കാത്തിരിക്കുകയാണ്, ആലും കാത്തിരിക്കുകയാണ്. യെസ്, ഇസുന് വയ്യാത്തല്ലേ? ഇസുന് ആദ്യം കൊടുത്തേ. അല്ലല്ലോ, എന്താ മോളെ വയ്യേ? സുക്കുട്ടാ, അച്ഛന്റെ മൂക്ക് എന്ത് പറ്റി? പേടിക്കണ്ട, ഇതിന്റെ ഇതിൽ നിൽക്കുന്നോണ്ട് അത് എടുക്കാൻ പോകത്തില്ല. ഞാൻ വിചാരിച്ചു മരുന്ന് കുപ്പിയ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മോനെ അളവ്. ലാസ്റ്റ് അതിന്റെ ചെവിട്ടിലുള്ള ഇച്ചിരി അവൻ കൊടുക്കും. അതല്ലേ ഇതിന്റെ 2.5 അല്ലേ കൊടുക്കാനുള്ളത്? അവക്കത് ഫുൾ എടുത്തില്ലല്ലോ. ഫുൾ എടുത്തോ? ഫുൾ എടുക്ക. അവന് അങ്ങനെ കൊടുത്തേ അല്ലേ? 2.5 ബാക്കി വന്നപ്പോ അത് കുടിച്ചപ്പോ മാറുന്നുണ്ടോ? അശുഭ മാറുന്നുണ്ടോ എന്റെ പൊന്നിന്? കുടിക്കുമ്പോഴേ മാറത്തില്ലടാ. ഒരു തുള്ളി താഴെ പോയേടോ കേട്ടോ. കാണുവാണോ? മരുന്ന് കുടിക്കുന്ന കാണുവാണോ? ശരി, ഒരു തുള്ളി താഴെ പോയി അതങ്ങ് കുടിച്ചേനെ. അതങ്ങ് കുടിച്ചേക്കെ, അതങ്ങ് തുടച്ചേക്കെ. മോള് കുടിക്കണ്ട, മോള് സാധാരണ തറയിൽ കുടിക്കാത്ത. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എടുക്കാൻ പോയി. സാറിന് തറയിലുള്ളത് കുടിക്കാത്ത ഇസു നക്കി കുടിച്ച്. എനിക്കൊന്ന് വയറുവേദന ആയിട്ടുള്ള വെപ്രാളത്തി കുടിച്ചു. അല്ലെങ്കിൽ താഴെ വീഴുന്ന ഇസു കുടിക്കാറില്ല. അവൻ ചിലപ്പോ തിന്നും, എന്നാലും താഴെ വീഴുന്ന ഇസു എടുക്കാറില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ കിടക്കാനായിട്ടുള്ള പരിപാടി ദിവസമാണ് ഇനി. ഞാൻ രാവിലെ എണീക്കും, പക്ഷെ ഞാൻ കിടന്നുറങ്ങും. ആഴ്ച ഇപ്പൊ 4 ദിവസം. നാളെ എണീക്കണം. നാളെ ബുധനാഴ്ച അല്ലേ? വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് രാവിലെ എണീക്കേണ്ടത്. നാളെ പോണം. ക്ലാസ് കഴിയുമ്പോൾ പോയിട്ട് പെട്ടെന്ന് വരൂലേ? മായ മുട്ടയ്ക്ക് മുടി വളർന്നു കണ്ടോ? മുട്ട ഇത്രയും പെട്ടെന്ന് മുടി വളരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 5 ദിവസമേ ആയിട്ടുള്ളൂ. വിഷമിക്കട്ടെ, മിസ്സിന് എന്തോ വയ്യാഴിക ഉണ്ട് ഗൈസ്. നാളെ കൂടെ നമുക്ക് നോക്കാം. നാളെ ഒരു ഉച്ചവരെയൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ആക്റ്റീവ് ആയിരുന്നു ആള്. ഭക്ഷണം കഴിച്ചില്ലെന്നേ ഉള്ളൂ. ആൾക്ക് തല്ലിന് കുറവൊന്നുമില്ല. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്ത് മുട്ടൻ അടിയായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അടിയായിരുന്നു, ഓട്ടമായിരുന്നു രണ്ടും കൂടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു വർക്കിംഗ് ഡേ എന്ന് പറയുന്നത്. അവസാനം ഞങ്ങൾ രാത്രി കിടന്നു. അപ്പോൾ ഇസു അമ്മേൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇസുവിന് ഞാനിവിടെ കിടന്ന് ബഹളം വെച്ചത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തിരിഞ്ഞ് കയറി കിടന്നു തുടങ്ങാം. അപ്പോൾ ഞങ്ങൾക്ക് ഗുഡ് നൈറ്റ്.